കളഞ്ഞുകിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ കേസിൽ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ അംഗവും ഓട്ടോ ഡ്രൈവറും അറസ്റ്റിലായി. BJPയുടെ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവൻവണ്ടൂർ ഡിവിഷൻ അംഗം, തിരുവൻവണ്ടൂർ വനവാതുക്കര തോണ്ടറപ്പടിയിൽ വലിയ കോവിനാൽ വീട്ടിൽ സുജന്യ ഗോപി, കല്ലിശ്ശേരി വല്യത്ത് ലക്ഷ്മി നിവാസിൽ സലീഷ്മോൻ എന്നിവരെയാണ് ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെങ്ങന്നൂർ വാഴാമംഗലം കണ്ടത്തുംകുഴിയിൽ വിനോദ് എബ്രഹാമിന്റെ പരാതിയിലാണ് കേസെടുത്തത്. കളഞ്ഞുകിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് 3 ATMകളിൽ നിന്നും പണം തട്ടിയ കേസിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ അംഗവും ഓട്ടോ ഡ്രൈവറും അറസ്റ്റിലായിരിക്കുന്നത്. BJPയുടെ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവൻവണ്ടൂർ ഡിവിഷൻ അംഗം, തിരുവൻവണ്ടൂർ വനവാതുക്കര തോണ്ടറപ്പടിയിൽ വലിയ കോവിലാൽ വീട്ടിൽ സുജന്യ ഗോപി, കല്ലിശ്ശേരി വല്യത്ത് ലക്ഷ്മി നിവാസിൽ സലീഷ് മോൻ എന്നിവരെയാണ് ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെങ്ങന്നൂർ വാഴാർമംഗലം കണ്ടത്തുംകുഴിയിൽ വിനോദ് എബ്രഹാമിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഇക്കഴിഞ്ഞ 14-ന് രാത്രിയിൽ കല്ലിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരിയായ ഭാര്യയെ ജോലിക്കായി കൊണ്ടുവിട്ട ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് വിനോദിന്റെ ATM കാർഡ് അടങ്ങിയ പേഴ്സ് നഷ്ടമായത്. വഴിയിൽ നിന്നും ഓട്ടോ ഡ്രൈവറായ സലീഷ് മോന് പേഴ്സ് ലഭിച്ചതിനെ തുടർന്ന് വിവരം സുജന്യയെ അറിയിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് ഇരുവരും സ്കൂട്ടറിൽ 15-ാം തീയതി രാവിലെ 6 മണിക്കും 8-നും ഇടയിൽ ബുധനൂർ, പാണ്ടനാട്, മാന്നാർ എന്നിവിടങ്ങളിലെ ATM കൗണ്ടറുകളിലെത്തി 25,000 രൂപ പിൻവലിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ATM കാർഡിനോടൊപ്പം എഴുതി സൂക്ഷിച്ചിരുന്ന പിൻ നമ്പർ ഉപയോഗിച്ചാണ് തുക പിൻവലിച്ചത്. തുക പിൻവലിച്ചതായുള്ള ബാങ്കിന്റെ സന്ദേശങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് പണം നഷ്ടമായ വിവരം വിനോദ് അറിയുന്നത്. ഇതേ തുടർന്ന് ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. നഷ്ടപ്പെട്ട പേഴ്സ് 16-ാം തീയതി പുലർച്ചെ കല്ലിശ്ശേരി ഓതറ റോഡിലെ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തു നിന്നും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. CI AC വിപിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ATM കൗണ്ടറുകളുടെയും സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇരുവരും സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളും ATM കൗണ്ടറിലെ ദൃശ്യങ്ങളും തെളിവായി ലഭിച്ചു. സ്കൂട്ടർ നമ്പറിൽ നിന്നുമാണ് സലീഷിനെയും തുടർന്ന് സുജന്യയെയും തിരിച്ചറിയുകയും പിടികൂടുകയും ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്നും പോലീസ് പറഞ്ഞു. CDNet ന്യൂസ്, മാന്നാർ.